ശ്രീ കെ ജെ ജേക്കബ്, താങ്കൾ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നത് ഞാൻ കേട്ടതാണ്. മര്യാദകേട് കാട്ടരുത് എന്ന് ചില വിദഗ്ധരോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇന്നും മര്യാദകേട് നമ്മൾ കണ്ടു, നിയമസഭയിൽ തന്നെ കണ്ടു. അങ്ങനെ ഇരിക്കാൻ വയ്യാതെ, കേട്ടിരിക്കാൻ വയ്യാതെ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യ സംസ്ഥാനം, മുക്ത സംസ്ഥാനം എന്ന് പറയുന്നത് കേട്ടിരിക്കാനാകാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നൊരു പ്രതിപക്ഷ നേതാവിനെയും കൂട്ടരെയും നമ്മൾ കണ്ടു. താങ്കൾക്ക് ആ മര്യാദകേട് ഉടനെ എങ്ങാനും ആ ചൊറിച്ചിൽ മാറുമെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ അകത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നത്, ഇതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടുപിടിക്കുന്നത്, ഇത് നടപ്പാക്കുന്നതൊക്കെ സത്യത്തിൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി, അതിൻ്റെ മേൽനോട്ടം, അതിൻ്റെ പണം എനിക്ക് തോന്നുന്നു പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പണം കൊടുക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി ഏറ്റവും അടിത്തട്ടിൽ നടപ്പാക്കുന്നത് മുഴുവൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 40% ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ സത്യത്തിൽ ഇത് UDF കൂടി വിജയമായിട്ടാണ് അവരിത് കണക്കാക്കേണ്ടത്. ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഡോക്ടർ ലാൽ, ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നു, ഇതിൻ്റെ ഈ ഘട്ടം പൂർത്തിയാക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് കുറേ മനുഷ്യരൊക്കെ പെട്ടെന്ന് ചാടി എണീറ്റ് എവിടെ ഇതിൻ്റെ കണക്ക്, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്നൊക്കെ നോക്കി അലഞ്ഞ് വളരെ പെട്ടെന്ന് ചാടി ഇറങ്ങുന്നത്. അത് എനിക്ക് തോന്നുന്ന കൈരളി TV അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ കൂടി അതിൽ കുറ്റക്കാരാണെന്നുള്ളതാണ്. കാരണം സർക്കാർ അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ മന്ത്രിസഭ എന്ന് വെച്ചാൽ 4.5 വർഷമായി. നിങ്ങൾ ഈ 4.5 വർഷവും എല്ലാ ദിവസവും വൈകുന്നേരം ചർച്ച നടത്താറുണ്ട്. എന്ന് വെച്ചാൽ ഈ 5-6 ന്യൂസ് ചാനലുകൾ എല്ലാ ദിവസവും കഴിഞ്ഞ 4.5 വർഷം ചർച്ച ചെയ്തിട്ടും ഒരു പ്രാവശ്യം പോലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ഇത് ഗ്രൗണ്ടിൽ ഈ പരിപാടികൾ നടക്കുകയാണ് 4.5 വർഷമായിട്ട്. അപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർനെറ്റ് തപ്പി നോക്കുമ്പം ഇതിൻ്റെ 2021 ഒക്ടോബറിൽ ഇതിൻ്റെ വളരെ വിശദമായ മാർഗരേഖകളും മാനദണ്ഡങ്ങളും, ആ മാനദണ്ഡങ്ങൾ എങ്ങനെ ഉണ്ടായെന്നും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള 2021 ഒക്ടോബറിൽ സർക്കാർ ഇതിൻ്റെ രേഖകൾ പുറത്തിറങ്ങിയതാണ്. അതിനുശേഷം ധാരാളം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനെ എങ്ങനെ രക്ഷിക്കണം, ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ എങ്ങനെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഉത്തരവുണ്ട്. മിക്കവാറും ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാടിൻ്റെ അടിത്തട്ടിൽ നടന്ന ഒരു പ്രക്രിയയാണിത്. എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്ത് MP രാജേഷ് തന്നെ പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ചേരാനല്ലൂരിൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് MPയും കോൺഗ്രസ് MLAയും നിൽക്കുമ്പം ആ ചേരാനല്ലൂർ പഞ്ചായത്തിന് അതിദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത് സത്യത്തിൽ പ്രതിപക്ഷം കൂടി അവർ കൂടി ഇരിക്കേണ്ട ഒരു കാര്യമായിരുന്നു, അവർ കൂടി ഓണർഷിപ്പ് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ മുന്നണിയാണെന്നുള്ള ജനങ്ങളുടെ തീരുമാനമാണ്. പഞ്ചായത്തുകൾ UDFും LDFും ഭരിക്കണമെന്നുള്ളതും ജനങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തോട് കുറച്ചുകൂടെ ഗ്രേസ്ഫുള്ളായിട്ട് പ്രതിപക്ഷത്തിന് പ്രതികരിക്കാമായിരുന്നു. ഇതിൽ അതിര് കവിഞ്ഞ അവകാശവാദമൊന്നും സർക്കാർ മുമ്പോട്ട് വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മുഖ്യമന്ത്രി വ്യക്തിപരമായ താല്പര്യമെടുത്ത് ഈ മനുഷ്യരുടെ അന്തസ്സോടുകൂടി ജീവിക്കുന്ന മനുഷ്യരുടെ നാടായിട്ട് മാറണം, അതിൻ്റെ മുഖ്യമന്ത്രിയാണ് താനെന്ന് അദ്ദേഹത്തിനൊരു തോന്നണം. അങ്ങനെയുള്ളൊരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ എന്ന് കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് തോന്നണം. എൻ്റെ വാർഡിൽ അതിദരിദ്രനില്ല എന്ന് കേരളത്തിലെ ഓരോ പഞ്ചായത്ത് മെമ്പർക്കും തോന്നണം. നമ്മളൊരു നാടിൻ്റെ മുഴുവൻ ആഗ്രഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് കണ്ടത്. UDFന് കുറച്ചുകൂടി ഗ്രേസ്ഫുൾ ആകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. ഇത് ചൊറിച്ചിലിൻ്റെ പ്രശ്നമല്ല, അത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ എനിക്ക് തോന്നുന്നു VD സതീശനൊക്കെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും ഇത് UDFൻ്റെ LDFൻ്റെ മാത്രം ഒരു പദ്ധതിയാണ്. അങ്ങനെയല്ലല്ലോ, ഇത് വളരെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന PR എക്സർസൈസ് എന്നൊക്കെ ഇന്നലെ വിദഗ്ധന്മാർ വന്നിരുന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു VD സതീശൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതായിരിക്കും എന്നുള്ളത്. ഇത് ഇലക്ഷൻ കണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് എന്നൊരു വിദഗ്ധൻ ഇന്നലെ ഞാനിരുന്ന ചർച്ചയിൽ പറയുകയാണ്. അതേസമയം ഒരു സർക്കാർ 4.5 വർഷം അധ്വാനിച്ചുണ്ടാക്കുന്ന സാധനം എങ്ങനെ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് LDF അത് എന്തായാലും നിർബന്ധമായിട്ടും. പക്ഷേ 4.5 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് അവർ ചെയ്തത് തീർച്ചയായിട്ടും LDF പറയല്ലേ. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു UDFനൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന അല്ലിത്. കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് ഒരു സർക്കാർ
അതിൻ്റെ സർക്കാർ എന്ന് ഞാൻ പറയുമ്പം സംസ്ഥാന സർക്കാർ മാത്രമല്ല, അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും സർക്കാരിൻ്റെ ബ്ലോക്കുകളും പലതരം ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഉൾപ്പെട്ട ഒരു സമഗ്രമായിട്ടുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. അത് കേരളത്തിലെ ഓരോ മലയാളിയും അഭിമാനത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. അതിൽ പ്രശ്നങ്ങളുണ്ടാവും, അതിൽ ചിലപ്പോൾ ആളുകൾ വിട്ടുപോയിട്ടുണ്ടാവും, നമ്മൾ ഈ പദ്ധതി തുടരേണ്ടി വരും. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് 64,000 കുടുംബങ്ങളെയും അന്തസ്സോടുകൂടി ജീവിക്കാൻ അർഹമായിട്ടുള്ള എല്ലാ മനുഷ്യരെയും പോലെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ആളുകളാക്കി മാറ്റി എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. അതിൽ UDF കുറച്ചുകൂടി ഗ്രേസ്ഫുൾ ആകേണ്ടതായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ശരി.